ഈസ്റ്റർ എന്ന ഏറ്റവും മഹത്തായ സമ്പന്നമായ ഉത്സവ ആഘോഷത്തിന് മുൻപായി നാം ഈ 50 നോമ്പിൽ ഒറ്റയ്ക്കായും ഗ്രൂപ്പായും ചൊല്ലി അനുഷ്ഠിച്ച കുരിശിൻ്റെ വഴി ഒരു ദിനം ഒരു സ്ഥലം എന്ന പോലെ ഒരു ദിനചര്യയായി നമുക്ക് നടത്തി നോക്കാം. കുരിശിൽ മരിച്ചവനെ എന്ന് തുടങ്ങുന്ന ഗാനവും പ്രാരംഭ പ്രാർത്ഥനയും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ദൈവിക ദാനമായ സ്നേഹത്തിലേക്കാണ്. ദൈവത്തിൻ്റെ സ്നേഹം പീഡാനുഭവത്തിലൂടെ പ്രകടിപ്പിക്കപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ അമൂല്യമായ സ്നേഹം നമുക്ക് എത്ര അനുഭവവേദ്യമാണ് എന്ന്, ദൈവം നമുക്ക് എത്ര സമീപസ്ഥനാണ് എന്ന് ഈ കുരിശിൻ്റെ വഴി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയുടെ ക്ഷമയും അനുകമ്പയും ത്യാഗമനോഭാവമെല്ലാമാണ് ഇവിടെ തുറന്നു കാട്ടുന്നത്. അത്യഗാധമായ മാനസിക ശാരീരിക പീഡകളുടെ നടുവിലും അവരനെപ്പറ്റി ചിന്തിക്കുന്ന ഈശോയുടെ മാനുഷികമായ മാതൃസഹജമായ പെരുമാറ്റവും 8-ാം സ്ഥലത്ത് നാം കാണുന്നു. നമ്മെ അതിശയിപ്പിക്കുകയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഈ കുരിശിൻ്റെ വഴി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഈശോയുടെ പീഡകളുടെ ഭാരവും വ്യാപ്തിയും ഒന്ന് അളന്നു നോക്കുവാനാണ്. ഗത്സമനിയിൽ അതേപ്പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ ഈശോയുടെ വിയർപ്പ് രക്തത്തുള്ളികളായി പുറത്തു വീണു എന്ന് ലൂക്കാ 22:44 പറയുന്നു. അത്രമാത്രം ഭാരമേറിയതായിരുന്നു ആ പീഡാനുഭവ ചിന്ത തന്നെ. ഈശോയുടെ അവിടുന്ന് വഴി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വ്യാപ്തിയും ഉയരവും ഒക്കെ മനസ്സിലാക്കുവാൻ ഈ കുരിശിൻ്റെ വഴി നമ്മെ സഹായിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ നൽകപ്പെടുന്ന കുരിശുകൾ സന്തോഷത്തോടെ ഈശോയെപ്പോലെ പരാതിയും പരിദേവനങ്ങളുമില്ലാതെ ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണോ? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കർമ്മങ്ങളിൽ, വാക്കുകളിൽ എന്നോടും മറ്റുള്ളവരോടും ദൈവത്തോടും പ്രത്യേകിച്ച് സഹനങ്ങളുടെ പീഡനങ്ങളുടെ നടുവിലും വിശ്വസ്തത പുലർത്താൻ എനിക്ക് സാധിക്കാറുണ്ടോ? ഏതൊക്കെ അവസരങ്ങളിലാണ്, എവിടെയൊക്കെയാണ്, ഏതെല്ലാം മേഖലകളിലാണ് ഞാൻ വീണു പോകുന്നത്? ശിമയോനെപ്പോലെ ആവശ്യക്കാരുടെ ജീവിതത്തിൽ കുരിശ് ചുമക്കുവാൻ ഞാൻ അവരെ സഹായിക്കുന്നുണ്ടോ? അതിന് ഞാൻ തയ്യാറാണോ? എല്ലാം എൻ്റേത് എന്ന് പറഞ്ഞ് പൊത്തിപ്പിടിച്ച് ഞാൻ സന്തോഷിക്കുകയാണോ? മറ്റുള്ളവരെ, ആവശ്യക്കാരനെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? വേറെ എനിക്കെപ്പോലെ മറ്റുള്ളവരെ സഹതപിക്കുവാൻ, അവരുടെ കണ്ണുനീരൊപ്പുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ പ്രതികൂല സാഹചര്യങ്ങളെ പഴിച്ച് ഞാൻ മാറി നിൽക്കുകയാണോ? ധൈര്യമായി ആതുര സേവനത്തിന് അനുകമ്പ കാണിക്കാൻ ഞാൻ ഇറങ്ങുമ്പോൾ മാത്രമാണ് ഈശോ തൻ്റെ മുഖം എനിക്ക് വെളിപ്പെടുത്തി തരിക. മറ്റുള്ളവർ പല വിധത്തിൽ എന്നെ ദ്രോഹിക്കാറുണ്ട്, അപമാനിക്കാറുണ്ട്. ഞാൻ യേശുവിനെ പ്രതി അവരോട് ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? നാം എല്ലാ ദിവസവും പല പ്രാവശ്യം ഏറ്റുപറയുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ എന്നോടും ക്ഷമിക്കണമേ എന്നാണ്. അപ്പോൾ ക്ഷമിക്കുവാനും മറക്കുവാനും ശ്രമിക്കുക. അത് എനിക്ക് തന്നെ ഉപകാരപ്രദമാണ്. അത് എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളും കോപത്തിൻ്റെ അഗ്നിയും എന്നിൽ നിന്ന് എടുത്തു മാറ്റി എൻ്റെ മനസ്സ് ശുദ്ധമാക്കുന്നു. ഈ കുരിശിൻ്റെ വഴി 2000 വർഷം മുമ്പ് നടന്ന ഒരു വെറും സംഭവമല്ല, മറിച്ച് എൻ്റെ ചിന്തകളെ, വ്യക്തിത്വത്തെ, ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു നിത്യസംഭവമാണ്. ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്നേഹമെന്താണ് എന്ന് എന്നെ പഠിപ്പിക്കുന്നു. ഈശോ അഭിമുഖീകരിച്ച തിരസ്കാരവും വേദനകളും കള്ളസാക്ഷ്യങ്ങളും ഏകാന്തതയും അനീതിയും അക്രമവുമെല്ലാം നാം ഓരോ ദിവസവും അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്നവരുമാണ്. അവയെ ഈശോയുടെ കുരിശിൻ്റെ വഴിയോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് എൻ്റെ സഹനങ്ങളും അർത്ഥവത്താവുന്നത്. അതാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് കൊളോസ്യൻസ് 1:24. കർത്താവിൻ്റെ സഹനത്തിൻ്റെ കുറവിനെ എൻ്റെ ശരീരത്തിൽ ഞാൻ നിർവഹിക്കുന്നുവെന്ന്. നന്മയുടെ, അതായത് സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും പീഡകൾ നിറഞ്ഞതും വാതിൽ ഇടുങ്ങിയതുമാണ്. അതിനാൽ നമുക്കും പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. ഈ യാതനകളുടെ, പീഡനങ്ങളുടെ എല്ലാം ഒടുവിൽ
മഹത്തായ സന്തോഷകരമായ ഒരു ഉയർപ്പ് എനിക്കുണ്ട് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന പോലെ 2 കൊരിന്തോസ് 4:17 ക്ഷണികമായ അല്പനേരത്തെ ഈ സഹനങ്ങൾക്ക് ശേഷം വലിയൊരു സന്തോഷം, അനുപമമായ മഹത്വമുണ്ട് എന്ന പ്രത്യാശ ഈ കുരിശിൻ്റെ വഴി എനിക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഈശോയുടെ സഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവിടുത്തെ എളിമയിലൂടെ കടന്ന് അവിടുത്തെ സ്നേഹമനുഭവിച്ച് അവിടുത്തെ വിജയത്തിൽ പങ്കാളികളാകുന്നതിൻ്റെ ഒരു മുന്നാസ്വാദനം കൂടി ഈ കുരിശിൻ്റെ വഴി എനിക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ മനോഭാവമാണ്, നമ്മുടെ തിരഞ്ഞെടുപ്പാണ്, സഹനത്തോടുള്ള നമ്മുടെ സമീപനമാണ്, ആഭിമുഖ്യമാണ് പ്രധാനം എന്നോർക്കുക.